നമ്മൾ ഒട്ടനവധി യുദ്ധത്തിൻ്റെ വാർത്തകൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. എന്നാൽ വ്യക്തിപരമായി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ വ്യക്തിപരമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിലേക്ക് സിഗ്നലുകൾ കൊടുത്ത് മെസ്സേജുകൾ അയച്ച് അതിനെ തകർക്കുന്ന രീതി നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും. നമ്മൾ പലപ്പോഴും ചില വ്യാജ വാർത്തകൾ മൊബൈലിൽ വന്ന് കണ്ടിട്ടുണ്ട്. അതായത് ചില മെസ്സേജുകൾ വന്ന് ഓപ്പൺ ചെയ്തപ്പോൾ മൊബൈൽ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ. എന്നാൽ അത്തരമൊരു വാർത്ത അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നതും കരുതിയിരുന്നതും. എന്നാൽ ഇപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യയും ഇസ്രയേൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. പേജറിലേക്ക് വന്ന ഒരു മെസ്സേജ് അതിൻ്റെ സമയം ബന്ധിതമായി അത് പൊട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ലെബനോനിൽ ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇസ്രയേലിൻ്റെ ഒരു പുതിയ പദ്ധതിയാണ് നമ്മൾ ഇപ്പോൾ വാർത്തയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എതിർപക്ഷത്തുള്ള ശത്രുക്കളെ ഈ സാങ്കേതിക വിദ്യയിലൂടെ ഏത് നിമിഷവും തകർക്കാൻ കഴിയുന്ന ഒരു പുതിയ തരം സംവിധാനമാണ് നമ്മളിപ്പോൾ പുതുതായി വാർത്തയിൽ കാണുന്നത്. ശത്രു ഏത് മാളത്തിൽ പോയി വിളിച്ചാലും അവൻ്റെ പക്കൽ ഇത്തരം ഉപകരണങ്ങൾ, മൊബൈലോ പേജർ സംവിധാനമോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ അന്ത്യം കുറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേൽ പുതിയ തരം സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. ചില ഒളിപ്പോർ യുദ്ധ സംവിധാനങ്ങളും ഇസ്രയേൽ ഇതിൻ്റെ പിന്നിൽ മെനഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ സംഘടന ഈ പേജറുകൾ എവിടെ നിർമ്മിച്ചു എന്നും എവിടേക്കാണിത് പോകുന്നതെന്നും മനസ്സിലാക്കിയതിന് ശേഷം അത് തന്ത്രപൂർവ്വം കൈക്കലാക്കി അതിനുള്ളിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള മരുന്നുകളും അതിനുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസുകളും കൃത്യമായി നിക്ഷേപിച്ച ശേഷമാണ് ഇത് ഹെസ്ബുള്ളയുടെ എല്ലാ കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചിരിക്കുന്നത്. അത് കൃത്യമായി ഏവരുടെയും കയ്യിൽ എത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവർ ഇത്തരമൊരു എക്സ്പ്ലോഷൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇസ്രയേലിൻ്റെ ശത്രുവിന് ഇനി ലോകത്തെവിടെയും ഒരു മാളത്തിലും ഒളിക്കാനാവില്ല. ഏത് മാളത്തിൽ ഒളിച്ചാലും അവരെ കണ്ടെത്തിയിരിക്കും. ഇത് ഇന്നലെ ഹിസ്ബുള്ളയുടെ പേജറിലേക്ക് അവസാനമായി വന്ന മെസ്സേജാണ്.